വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓരോ ആളുകളും നമ്മുടെ ചാനലിൽ സക്സസ് സ്റ്റോറീസ് ഇടുമ്പോഴേക്കും ഭയങ്കര ക്യൂരിയസ് ആയിട്ട് അവരോട് ചോദിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് കേട്ടോ. അവരൊക്കെ ആലോചിക്കുന്നത് അല്ലെങ്കിൽ അവരൊക്കെ ചോദിക്കുന്നത് ഏത് ടിപ്പാണ് നിങ്ങൾ ഫോളോ ചെയ്തത്, അല്ലെങ്കിൽ ഏതൊക്കെ സിംറ്റംസ് ആണ് നിങ്ങൾക്ക് ഉണ്ടായത്. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്നതും അവർക്ക് അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അങ്ങനെ കഴിഞ്ഞ 6 മാസത്തിൽ ഏകദേശം 350-ൽ കൂടുതൽ ആളുകൾക്ക് പ്രഗ്നൻസി കിട്ടാനായിട്ട് സഹായിച്ച ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഒരേ ഒരു ടിപ്പ് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് കൺസീവ് ആയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് നാച്ചുറലി ഫോളോ ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡീസ് ആണ്. ഒരിക്കലും ഒരു ഡോക്ടർ നമുക്ക് പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ ഡോക്ടർ ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ചാനലിൽ പറയുന്ന ഹോം റെമഡീസും ടിപ്സും. നേരെ മറിച്ച് ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ ട്രീറ്റ്മെന്റിനോടൊപ്പം തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും ഒന്ന് എൻഹാൻസ് ചെയ്യുകയും നമ്മുടെ ആരോഗ്യമൊക്കെ കൃത്യമായിട്ട് മെച്ചപ്പെടുത്തി എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് സഹായിക്കുകയും ചെയ്യും കേട്ടോ. ഇവിടെ സംസാരിക്കുന്നത് പ്രഗ്നന്റ് ആകാനായിട്ട് ട്രൈ ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളെ സഹായിച്ച 7 ഡ്രൈ ഫ്രൂട്ട്സിനെയും നട്ട്സിനെയും പറ്റിയിട്ടാണ്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 7 ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒരിക്കലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇതിൽ ഏതെങ്കിലും ഒരു ഡ്രൈ ഫ്രൂട്ടോ ഏതെങ്കിലും ഒരു നട്ടോ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതുമൂലം നമുക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. കാഴ്ചയിൽ ഇത്തിരി കുഞ്ഞന്മാരാണെങ്കിലും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ളവയാണ് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും. ഒരുപാട് വൈറ്റൽ വിറ്റമിൻസ്, മിനറൽസ്, ഹെൽത്തി ഫാറ്റ്സ്, ഫൈബർ എന്നിവയെല്ലാം തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ സംസാരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിലെ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് ഡേറ്റ്സ് അഥവാ ഈന്തപ്പഴമാണ്. ഡേറ്റ്സിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള അളവിൽ എടുക്കുകയാണെങ്കിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഡേറ്റ്സിൽ അഥവാ ഈന്തപ്പഴത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് അയേൺ ആണ്. ഇത് ബ്ലഡിന്റെ കൗണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. ഇതിൽ പൊട്ടാഷ്യത്തിന്റെ കണ്ടന്റും കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഡേറ്റ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ നിങ്ങൾ ഡേറ്റ്സ് കൂടുതലായിട്ട് എടുക്കാനായിട്ട് പാടില്ല. ഒരു ദിവസം 2 എണ്ണം മാക്സിമം അത്രയും നിങ്ങൾ എടുത്താൽ മതി. ഇപ്പൊ സ്മൂത്തീസ് ആണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിലും അതിൽ ഷുഗർ ആഡ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ഡേറ്റ്സ് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഡേറ്റ് സിറപ്പ് ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ വീട്ടിൽ ഡേറ്റ്സ് മേടിച്ചിട്ട് അത് കഴിക്കുന്നത് തന്നെയാണ് കേട്ടോ. ഒരുപാട് ആളുകൾക്ക് സംശയമാണ് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഡേറ്റ്സ് കഴിക്കാവോ, അത് പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യില്ലേ, ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകില്ലേ എന്നതിനൊക്കെ പറ്റിയിട്ട് കേട്ടോ. ഓവുലേഷൻ കഴിഞ്ഞ് നമ്മൾ ഡേറ്റ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അതിന്റെ അളവ് നമ്മൾ ലിമിറ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി. അതായത് ഇപ്പോൾ ഓൾട്ടർനേറ്റീവില് നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഒരു ദിവസം നിങ്ങൾ 2 എണ്ണം എടുക്കുക, അതിനുശേഷം അടുത്ത ദിവസം നിങ്ങൾ എടുക്കേണ്ട, അതിനുശേഷം 2 എണ്ണം എടുക്കുക. അങ്ങനെ 2 ഡേറ്റ്സ് നിങ്ങൾ കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് കാരണമാവില്ല. പീരിയഡ്സ് ആണെങ്കിൽ മാത്രമേ, അതായത് ഇംപ്ലാന്റേഷൻ നിങ്ങൾക്ക് നടന്നിട്ടില്ലെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പീരിയഡ്സ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ. അടുത്തതാണ് പിസ്ത. ഒരുമിക്ക എല്ലാവരും തന്നെ പിസ്ത കഴിച്ചിട്ടുണ്ടാകും. എന്റെ സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ച ഒരു നട്ടാണ് ഈ പിസ്ത എന്ന് പറയുന്നത്. പിസ്ത കഴിച്ചപ്പോഴാണ് ശരിക്കും എന്റെ കുഞ്ഞിന് ആ ഒരു പ്രിമച്വർ ആയിട്ടുള്ള ഡെലിവറി ഉണ്ടാകേണ്ടതായിരുന്നു, അതിന്റെ ഡേറ്റ് എടുക്കേണ്ടതായിരുന്നു. പക്ഷെ ഇതൊക്കെ കഴിച്ചപ്പോൾ ഒരു മാജിക് കൊണ്ട് കുഞ്ഞിന്റെ ഗ്രോത്ത് നന്നായിട്ട് കൂടുകയും അതുപോലെ എനിക്ക് പ്രഗ്നൻസി എക്സ്പെക്ടഡ് ആയിട്ടുള്ള ഡേറ്റിൽ തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടോ. പിസ്ത സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഫോളിക് ആസിഡിന്റെ കണ്ടന്റ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഹെൽത്തി ആയിട്ടുള്ള എഗിന്റെ ഫോർമേഷനും അതുപോലെ സെൽ ഡിവിഷനും ഒക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം ഒമേഗ 3യുടെ അളവ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഹോർമോൺസിന്റെ പ്രവർത്തനമൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. വിറ്റമിൻ ഡിയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസ് അതുപോലെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് ഇത് കൊടുക്കുന്നുണ്ട്. ഒപ്പം ഇതിൽ സിങ്കിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഹെൽത്തി എഗിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ടും ഇത് കൊടുക്കുന്നു. അയേണിന്റെ അളവ് ഉള്ളത് കൊണ്ട് നമ്മുടെ മെൻസ്ട്രേഷൻ റെഗുലർ ആക്കി വെക്കുന്നതിനും ഫ്ലോ നോർമലൈസ് ചെയ്യുന്നതിനും അതുപോലെ ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം പിസ്തയിൽ ആന്റി ഓക്സിഡൻസ് നന്നായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എഗ്ഗിനെയും നമ്മുടെ ശരീരത്തിനെയും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് വെക്കുന്നതിനും കൺസെപ്ഷന്റെ ചാൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പിസ്ത റെഗുലർ ആയിട്ട് എടുക്കുന്നത് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. ഇതിൽ വിറ്റമിൻ ഇയും വിറ്റമിൻ B6ഉം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ അത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള സഹായം കൊടുക്കുന്നുണ്ട്. ഒപ്പം ഫൈബറിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് ഡൈജഷനും കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വെയിറ്റ് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. പുരുഷന്മാരിൽ ആ ഒരു ഇതേപോലെയുള്ള ഗുണങ്ങൾ തന്നെ ഉണ്ടാവുന്നു. സ്പേമിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഈ ഡേറ്റ്സിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ പിസ്തയും നമ്മൾ ഒരുപാട് എടുക്കാനായിട്ട് പാടില്ല.
4 5 അതിൽ കൂടുതൽ നിങ്ങൾ എടുക്കാനായിട്ട് പാടില്ല. കാരണം ഫൈബറിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് മറ്റുള്ള ഇത് ഓവറായിട്ട് ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ മറ്റുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തതാണ് ഡ്രൈ ഫിഗ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, രാവിലെ വെറും വയറ്റിൽ ഡ്രൈ ഫിഗിന്റെ വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റിനെ പറ്റിയിട്ട്. അതിൽ ഓൾമോസ്റ്റ് ഡ്രൈ ഫിഗിന്റെ ഗുണങ്ങളെല്ലാം തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒന്നാണ് ഈ ഡ്രൈ ഫിഗ് അല്ലെങ്കിൽ അത്തിപ്പഴം എന്ന് പറയുന്നത്. ഉണങ്ങിയിട്ടുള്ള അത്തിപ്പഴം കേട്ടോ, അതാണ് ഡ്രൈ ഫിഗ് എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മുടെ ശരീരത്തിലെ ഏറെക്കുറെ എല്ലാ ഹെൽത്ത് ഇഷ്യൂസും ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ ഡ്രൈ ഫിഗ് എന്ന് പറയുന്നത്. ഒപ്പം റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. മഗ്നീഷ്യത്തിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ഹോർമോൺസ് റെഗുലേറ്റ് ചെയ്യുന്നതിനും ഓവുലേഷൻ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നു. ഒപ്പം ഹെൽത്തി എഗിന്റെ ഫോർമേഷന് വേണ്ടിയിട്ടും റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ യൂട്രസിലെ കോൺട്രാക്ഷൻസ് ഉണ്ടായിട്ട് നമുക്ക് പീരിയഡ്സ് വരുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നു. പീരിയഡ്സ് വരുന്നത് പ്രിവെന്റ് ചെയ്യുന്നത് പ്രഗ്നൻസി അല്ലെങ്കിൽ പീരിയഡ്സ് വരാതെ നോക്കുക എന്നല്ല കേട്ടോ. പ്രഗ്നൻസി ആണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യും, അതല്ലെങ്കിൽ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. അതല്ലാതെ വരുന്ന കോൺട്രാക്ഷൻസ്, യൂട്രസിലെ കോൺട്രാക്ഷൻസ് കൊണ്ട് മിസ്കാരേജ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഇത് പ്രിവെന്റ് ചെയ്യുന്നു എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഡ്രൈ ഫിഗ് എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 2 ഡ്രൈ ഫിഗ് മാത്രം കുതിർത്തിയതിനു ശേഷം നിങ്ങൾ ഉപയോഗിക്കുക. നമ്മൾ ഉണക്കമുന്തിരി കുതിർത്തി കഴിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈ ഫിഗും ഉപയോഗിക്കാവുന്നതാണ്. ഓവർനൈറ്റ് നിങ്ങൾ സോക്ക് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ വെറും നൈറ്റിൽ നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഈവനിങ് ടൈമിലാണോ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ രാവിലെ ഏകദേശം എഴുന്നേൽക്കുമ്പോൾ തന്നെ കുതിർത്താനായിട്ട് വെക്കുക. അതിനുശേഷം അത് ആ വെള്ളത്തോടു കൂടി തന്നെ കുടിക്കുന്നത് നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുവെന്ന് ഒരുപാട് ഡോക്ടേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ടിപ്പാണ് കേട്ടോ. അതും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഹസ്ബൻഡിനും കൊടുക്കാവുന്നതാണ്. ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും കേട്ടോ. അടുത്തതാണ് ആപ്രിക്കോട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട്സിന്റെ കാറ്റഗറിയിൽ പെടുന്ന ഒന്നാണ് ഈ ആപ്രിക്കോട്ട്. ഇതിൽ വിറ്റമിൻ എയുടെയും വിറ്റമിൻ സിയുടെയും കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അണ്ടാശയം ഹെൽത്തി ആയിട്ട് വെക്കുന്നതിന് വേണ്ടിയിട്ടും സ്പേമിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ആപ്രിക്കോട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം ഇതിൽ ബീറ്റ കാരോട്ടിൻ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സെൽസിനെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം ഡയറ്ററി ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ കുടലിന്റെ ആരോഗ്യം നന്നായിട്ട് വെക്കുന്നതിനും ഹോർമോൺസ് ബാലൻസ് ആക്കുന്നതിന് വേണ്ടിയിട്ടും ആപ്രിക്കോട്ട് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നു. ഇത് 2 എണ്ണം നമ്മൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഉപയോഗിക്കുന്ന സമയത്ത് ഹസ്ബൻഡിന് കൂടി കൊടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന്റെ സ്പേമിന്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കും കേട്ടോ. അതോടൊപ്പം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ബ്രേസിൽ നട്ട് എന്ന് പറയുന്നത്. നമ്മൾ കാഴ്ചയിൽ നമ്മുടെ ചക്കക്കുരുവിന്റെ അത്രയുള്ള ചക്കക്കുരു പോലെ തന്നെ നമുക്ക് തോന്നുന്നു. ചക്കക്കുരു ആ ഒരു അതിലെ തൊണ്ടൊക്കെ ചെത്തിക്കളയുമ്പോഴുള്ള രൂപത്തിൽ തന്നെയാണ് ഈ ബ്രേസിൽ നട്ട് ഇരിക്കുന്നത് കേട്ടോ. സെലേനിയത്തിന്റെ കണ്ടന്റ് ഏറ്റവും കൂടുതൽ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് യൂട്രസിന്റെ വോള് തിക്കണാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണാക്കുന്നതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡായി പോകാതെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ്ഗിന് ഗ്രോ ആകാനായിട്ട് പറ്റുന്നത്. ആ ഒരു സപ്പോർട്ട് ഇത് കൊടുക്കുന്നുണ്ട്. ഒപ്പം സെലീനിയം ഓവറി ആൻഡ് യൂട്രസിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ മറ്റു പ്രോപ്പർട്ടീസ് ബ്ലഡ് കോട്ട് ആവുന്നത് പ്രിവെന്റ് ചെയ്യുകയും മിസ്കാരേജ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രഗ്നൻസി ആകുമ്പോഴേക്കും സാധാരണയായിട്ട് നമ്മൾക്ക് ഡോക്ടേഴ്സ് ആസ്പിരിന്റെ മെഡിസിൻ തരാറില്ലേ, സെയിം അതേ ബെനിഫിറ്റ് തന്നെയാണ് ഈ ബ്രേസിൽ നട്ട് ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഈ സെലേനിയം ആന്റി ഓക്സിഡന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് എഗ്ഗ് വളരാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു എൻവയോൺമെന്റ് ഉണ്ടാക്കി തരികയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ബ്രേസിൽ നട്ടും നമ്മൾ 2 എണ്ണം ഉപയോഗിച്ചാൽ മതി. അതിൽ കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഹസ്ബൻഡിനും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അത് അടുത്തതാണ് നമ്മുടെ വാൾനട്ടും അതുപോലെ ആൽമണ്ടും. ഈ വാൾനട്ടും ആൽമണ്ടും എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒരു ഡ്രൈ ഫ്രൂട്ടിന്റെ നട്ട്സിന്റെ കാറ്റഗറിയിൽ പെടുന്ന ഒന്നാണ് കേട്ടോ. വാൾനട്ടിൽ അയൺ ഉണ്ട്, വിറ്റമിൻ സി ഉണ്ട്, വിറ്റമിൻ B6 ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, കാൽഷ്യം ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ ആ ഒരു സ്പേമിന്റെ ഒക്കെ ജനറേഷൻ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും കൗണ്ട് കൂടുന്നതിന് വേണ്ടിയിട്ടും മോട്ടിലിറ്റി, മോർഫോളജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം ഇത് രണ്ടും പ്രോപ്പർ ആയിട്ട് എടുക്കുന്നത് ഓവുലേഷൻ നടക്കുന്നതിനും പ്രഗ്നൻസി ആ ഒരു കുഞ്ഞ് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടും ഒപ്പം പ്രഗ്നൻസി ആകുന്നതിന് മുൻപ് നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയും ഫീറ്റൽ ഡെവലപ്മെന്റിനെയും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഒപ്പം കുഞ്ഞിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടും ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. ബദാം ഉപയോഗിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. 3-4 ബദാം എടുത്ത് കുതിർത്തി തൊലി കളഞ്ഞതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുക. അതാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. നിങ്ങൾക്ക് അല്ലാതെ രീതിക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടും പ്രശ്നമില്ല, വെറുതെ കഴിക്കുന്നതുകൊണ്ടും പ്രശ്നമില്ല. പക്ഷെ കുതിർത്തിയിട്ട് കഴിക്കുകയാണെങ്കിൽ ഒരു പടിയും കൂടി ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ.
കുതിർത്തി കഴിയുമ്പോൾ അതിന്റെ തൊലി കളയണം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതെല്ലാം തന്നെ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ എഗ്ഗിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ, സ്പേമിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ, എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണാക്കാൻ, ബ്ലഡ് ഫ്ലോ കൂട്ടാൻ, ഇനി പ്രഗ്നൻസി ആയിട്ടുണ്ടെങ്കിൽ ഫീറ്റൽ ഡെവലപ്മെന്റിന്, ബ്രെയിൻ ഡെവലപ്മെന്റിന്, മിസ്കാരേജ് ചാൻസ് കുറയ്ക്കാൻ, അങ്ങനെ എല്ലാം നമ്മുടെ ഫെർട്ടിലിറ്റിയിൽ എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം കവർ ചെയ്തിട്ടുള്ളതാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എന്ന് പറയുന്നത്. ഇതിൽ ചിലപ്പോൾ എല്ലാം ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ ഇപ്പൊ ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉണക്കമുന്തിരിക്ക് കമ്പാരിറ്റീവ്ലി ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് റേറ്റ് കുറവായിരിക്കും. ഉണക്കമുന്തിരി രാവിലെ കുതിർത്തി അതിന്റെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന്, ഇപ്പൊ നിങ്ങൾക്ക് ബദാം അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്, എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ ഏതെങ്കിലും നിങ്ങൾ മാറ്റി മാറ്റി ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് പേർക്ക് ബെനിഫിറ്റ് കിട്ടിയതാണ്. ഇതൊക്കെ ട്രൈ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോണ്ടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.